ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. കുറേ ആയി ഒരു വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഒരു കേക്കിൻ്റെ വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെൻ്റെ മകൻ ഹയ്യാൻ്റെ 6th ബർത്ത്ഡേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിമ്പിൾ കാർത്തിയും കേക്കാണിത്. സ്പാനിഷ് ഡിലൈറ്റാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ബർത്ത്ഡേൻ്റെ അല്പം വീഡിയോസ് ഞാൻ ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതൊക്കെ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം. പറ്റുമെങ്കിൽ 2 തവണയൊക്കെ അരിച്ചെടുത്താൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ വെനില എസൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് എസൻസോ ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല ഫ്ലഫിയായി കിട്ടുന്നവർ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടും. ഇതിവിടെ നന്നായിട്ട് തന്നെ മുട്ടയും പഞ്ചസാരയും ഒക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ചൂട് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്തെടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാല് ആ ബാറ്ററിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂണാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് അല്പമായി ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു വശത്തേക്ക് തന്നെ ആയിട്ട് ഫോൾഡ് ചെയ്യുക, പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഓവണ് ഒരു 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി കേക്ക് ടീനിലേക്ക് ആ ബാറ്ററൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടി നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 35 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊരു 3 ലെയറായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു 1/4 കപ്പോളം ചൂടുള്ള പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റും 2 to 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് ഞങ്ങൾ കേക്ക് വെറ്റ് ചെയ്തെടുക്കാനുള്ള സിറപ്പ്. ഇനി അല്പം നട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു സോസ് പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തെടുക്കാം. ഇനി ഒരു 7-8 കാഷ്നട്ടും അതേപോലെ ബദാമും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഗ്രീസ് ചെയ്തിട്ടുള്ള കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കോ മാറ്റി കൊടുക്കാം. ഗ്രീസ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇത് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ ഒരു സെറാമിക് പ്ലേറ്റിലേക്കാണ് മാറ്റിയത്. അതുകൊണ്ട് അടർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിന്. അപ്പോൾ നിങ്ങൾ സ്റ്റീൽ പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇതേപോലെ അല്പം തരികളായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്, ഇതേപോലെ തരികളായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി കേക്ക് ക്രം കോട്ട് ചെയ്യാൻ ആവശ്യത്തിനുള്ള 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു 80% ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 230 ml ആണ്. ഇത് 1 കിലോൻ്റെ കേക്ക് ക്രം കോട്ട് ചെയ്യാൻ കറക്റ്റ് അളവിലുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇതൊരു 80% വിപ്പ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഉപയോഗിച്ചാൽ ആ ബൂസ്റ്റിലുള്ള വലിയ തരികളൊന്നും ക്രീമിലേക്ക് ചേരൂല. അത് ക്രീമിലേക്ക് ആയാൽ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ബോർഡിലേക്ക് അല്പം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതേപോലെ ക്രീം ആക്കുന്നത് കേക്ക് ബോർഡിൽ നിന്ന് തെന്നി വീഴാതിരിക്കാനാണ്.
അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് പീസ് വെച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഷുഗറും ബൂസ്റ്റും മിൽക്ക് മെയ്ഡിൻ്റെ സിറപ്പ് കൊണ്ട് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യാം. വെറ്റ് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ എഡ്ജ് ഭാഗത്താണ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം വിപ്പ് ചെയ്തിട്ടുള്ള ആ ക്രീം ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇത് ഒരേപോലെ കേക്കിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്തതിന് വേണ്ടി ടേൺ ടേബിൾ ചുറ്റിച്ചിട്ട് വേണം ക്രീം ഒരു സ്പാറ്റിലിൻ്റെ സഹായത്തോടുകൂടെ സ്പ്രെഡ് ചെയ്യേണ്ടത്. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സ് ഒരേപോലെ ഒന്ന് വിതറിക്കൊടുക്കാം. പിന്നെ അതിന് മുകളിൽ ഞാൻ അല്പം വൈറ്റ് ഗനാഷ് ഒന്ന് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷും ചേർക്കാം. അതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ചെടുക്കാം. ഇത് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ എത്രത്തോളം ലെയേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത് അതേപോലെ കണ്ടിന്യൂ ചെയ്യാം. ക്രീം, നട്ട്സ്, ഗനാഷ്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ക്രം കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ കേക്കിന് പുറത്തുള്ള ചെറിയ ക്രംസൊക്കെ കേക്കിൽ തന്നെ നല്ല ഒട്ടി നിൽക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്പം ക്രീം എടുത്തിട്ട് മാത്രമേ ക്രം കോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ക്രം കോട്ടെല്ലാം ചെയ്യുമ്പോൾ ആ ബൂസ്റ്റിൻ്റെ പൊടി ഒരു തടസ്സാവാണ്ടിരിക്കാനാണ് വിപ്പ് ചെയ്യുന്ന സമയത്ത് അരിപ്പ് ഉപയോഗിച്ചിട്ട് ബൂസ്റ്റ് പൊടി ചേർക്കണം എന്ന് പറയുന്നത്. ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൽ ഞാൻ അല്പം ബൂസ്റ്റ് ചേർത്തിട്ടുള്ളൂ. അതാണ് ഒരു ലൈറ്റ് കളറ്. അപ്പോൾ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് കേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫൈനൽ കോട്ടിങ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് വെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഞാൻ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അല്പം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗനാഷ് ചെയ്തെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ കേക്കിൻ്റെ വീഡിയോയിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ചോക്ലേറ്റും അതേപോലെ തന്നെ ക്രീമും കൂടി മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഈ ഗനാഷ്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ നേർപകുതിയായിരിക്കണം ക്രീമിൻ്റെ അളവ്. സിമ്പിളായിട്ടുള്ള രീതിയിലാട്ടോ ഞാനിവിടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന് മുകളിലായിട്ട് അല്പം കാരമലൈസ് ആയിട്ടുള്ള ആ നട്ട്സും ചോക്ലേറ്റും കൂടി ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ്സ് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.